കേരളത്തിൽ നിന്ന് വാൾപ്പാറയിലേക്കൊക്കെ യാത്ര പോകുന്നവർക്ക് കാടിന്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച് വളരെ വേഗത്തിൽ പോകാൻ കഴിയുന്ന ഒരു അടിപൊളി ഫോറസ്റ്റ് റൂട്ടാണ് വാഴച്ചാൽ. വാഴച്ചാൽ ഫോറസ്റ്റ് റൂട്ടിലൂടെ മലക്കപ്പാറയിലേക്കാണ് ഇന്നത്തെ ഞങ്ങളുടെ യാത്ര. അപ്പോൾ ഏവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വാഴച്ചാൽ ചെക്ക് പോസ്റ്റിൽ നമ്മുടെ പേര് വിവരങ്ങളും അതുപോലെ തന്നെ വാഹനത്തിന്റെ നമ്പരും യാത്ര ചെയ്യുന്നവരുടെ എണ്ണമൊക്കെ കൃത്യമായി കൊടുത്ത് അവിടുന്ന് എൻട്രി പാസ് എടുത്തിട്ട് വേണം നമുക്ക് യാത്ര തുടങ്ങാൻ. രാവിലെ 6 മണി മുതൽ വൈകുന്നേരം 6 മണി വരെ മാത്രമേ ഈ റൂട്ടിലൂടെ വാഹനങ്ങൾ കടത്തിവിടുകയുള്ളൂ. വാഴച്ചാൽ ചെക്ക് പോസ്റ്റിന് സമീപം തന്നെയാണ് വാഴച്ചാൽ വെള്ളച്ചാട്ടത്തിലേക്കുള്ള എൻട്രൻസും. വാഴച്ചാൽ വെള്ളച്ചാട്ടത്തിലേക്ക് പോകാൻ ഒരാൾക്ക് വരുന്ന ടിക്കറ്റ് ചാർജ് 50 രൂപയാണ്. ദൂരയാത്രയൊക്കെ ചെയ്തു വരുന്നവരാണെന്നുണ്ടെങ്കിൽ ചെക്ക് പോസ്റ്റിനടുത്ത് തന്നെ വാഷ്റൂമും ടോയ്ലറ്റ് സൗകര്യങ്ങളൊക്കെ ഉണ്ട്. വാഴച്ചാലിൽ നിന്ന് 45 കിലോമീറ്ററോളം ദൂരമുണ്ട് മലക്കപ്പാറ ചെക്ക് പോസ്റ്റിലേക്ക്. 2 മണിക്കൂറിനുള്ളിൽ മലക്കപ്പാറ ചെക്ക് പോസ്റ്റ് എത്തണമെന്നാണ് വാഴച്ചാലിൽ നിന്ന് പറഞ്ഞത്. ചെക്ക് പോസ്റ്റിൽ നിന്ന് കുറച്ച് ദൂരം മുന്നോട്ട് വന്നപ്പോഴേക്ക് കണ്ടതാണ് ഹോട്ടലുകളും ചായക്കടകളെല്ലാം. അതുപോലെ തന്നെ ചീനിക്കാസ് ബസ് സൈഡിൽ ഒതുക്കിയിട്ടിരിക്കുന്നു. കേരളത്തിൽ നിന്ന് വാൾപ്പാറയിലേക്ക് പോകുന്ന ഒരേ ഒരു ബസ്സാണ് ചീനിക്കാസ്. ഈ ബസ് ചാലക്കുടിയിൽ നിന്ന് രാവിലെ 6:45 പുറപ്പെട്ട് ഉച്ചയോടെ വാൾപ്പാറയിലേക്ക് എത്തിച്ചേരുന്നു. വാൾപ്പാറയിലേക്ക് ഈ ഒരു സർവീസ് മാത്രമാണെങ്കിൽ മലക്കപ്പാറയിലേക്ക് ചാലക്കുടിയിൽ നിന്ന് KSRTCയും ഈ റൂട്ടിലൂടെ സർവീസ് നടത്തുന്നുണ്ട്. ഇനി 45 കിലോമീറ്ററോളം കൊടുങ്കാട്ടിലൂടെയാണ് നമ്മൾ യാത്ര ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ പോകുന്ന വഴികളിൽ എവിടെയും അധിക സമയം വാഹനങ്ങൾ നിർത്തിയിടാൻ അനുവാദമില്ല. അവധി ദിവസങ്ങളായതുകൊണ്ട് തന്നെ നല്ല തിരക്കാണ്. പോകുന്ന വഴിക്കൊക്കെ എന്ന് പറഞ്ഞാൽ നിരവധി വാഹനങ്ങളുണ്ട്. പിന്നെ എടുത്തു പറയേണ്ടത് ഇവിടുത്തെ റോഡാണ്. റോഡ് നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ യാതൊരുവിധ ബുദ്ധിമുട്ടും ഇല്ലാതെ നമുക്ക് ഇതുവഴി യാത്ര ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഈ റൂട്ടിലൂടെ മലക്കപ്പാറയിലേക്കോ വാൾപ്പാറയിലേക്കുള്ള യാത്ര പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു ഫീല് തന്നെയാണ്. വരുന്ന വഴിയരികിൽ നിന്ന് ആതിരപ്പള്ളി ചാർപ്പ വെള്ളച്ചാട്ടവും കണ്ട് 45 കിലോമീറ്ററോളം കാട്ടിലൂടെ പോകുന്ന വഴികളിൽ ഭാഗ്യമുണ്ടെന്നുണ്ടെങ്കിൽ വന്യമൃഗങ്ങളെല്ലാം കണ്ടൊരു യാത്ര. അതിരാവിലെ ചെക്ക് പോസ്റ്റ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് തന്നെ ചെക്ക് പോസ്റ്റ് കടന്ന് ഈ റൂട്ടിലൂടെ യാത്ര ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പോകുന്ന വഴികളിൽ ആന ഉൾപ്പെടെയുള്ള ഏതെങ്കിലും വന്യമൃഗങ്ങളെ നമുക്ക് ഈ റൂട്ടിൽ കാണാൻ സാധിക്കും. രാവിലെ ചെക്ക് പോസ്റ്റ് ഓപ്പൺ ആവുന്ന സമയത്ത് തന്നെ ഈ റൂട്ടിലൂടെ യാത്ര ചെയ്യാൻ വേണ്ടിയാണ് രാത്രി കൊല്ലത്തുനിന്ന് യാത്ര തുടങ്ങിയത്. പക്ഷേ ഹൈവേയുടെ മെയിൻ്റെനൻസ് കാരണം കൊല്ലത്തുനിന്ന് കോട്ടയം, പെരുമ്പാവൂര്, കാലടി, ഏഴാറ്റുമുഖം വഴിയാണ് എത്തിയതെങ്കിലും ലേറ്റായി പോയി. വാഴച്ചാൽ ചെക്ക് പോസ്റ്റ് എത്തിയപ്പോഴേക്ക് 8 മണിയായി. അവിടുന്ന് ഇനി 2 മണിക്കൂർ സമയം മാത്രമാണ് മലക്കപ്പാറ ചെക്ക് പോസ്റ്റ് കടക്കാനുള്ള ടൈം. അപ്പോൾ 10 മണിക്കുള്ളിൽ മലക്കപ്പാറ ചെക്ക് പോസ്റ്റിൽ എത്തണം. എന്തുകൊണ്ടാണ് ഈ 2 മണിക്കൂറിനൊന്നും അറിയില്ല. ഇനി ഞങ്ങളോട് മാത്രമാണോ അതോ എല്ലാ വാഹനത്തിൽ വരുന്നവരോടും പറയുന്നുണ്ടോന്നും അറിയില്ല. 10 മണിക്ക് മലക്കപ്പാറ ചെക്ക് പോസ്റ്റ് എത്തേണ്ടത് കൊണ്ട് അധികം എവിടെയും ബൈക്ക് നിർത്താതെ ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് ദൂരം യാത്ര ചെയ്ത് വന്നപ്പോഴേക്ക് ഇതാണ്ട് റോഡിൽ കുറേ പോത്തുകൾ, കാട്ടുപോത്തുകളല്ല കേട്ടോ, നാടൻ പോത്തുകളാണ്. റോഡ് മൊത്തം കവർ ചെയ്താണ് ആശാന്മാരുടെ പോക്ക്. എന്താണെങ്കിലും ഞങ്ങൾ ഹോണൊന്നും അടിക്കാതെ പതുക്കെ ഓരം ചേർന്നങ്ങ് യാത്ര തുടങ്ങി. ഈ കാണുന്ന വഴിയില്ലേ, ഇത് ഇവിടുത്തെ ട്രൈബൽ കോളനിയിലേക്കുള്ള വഴികളാണ്. അതുവഴി യാത്ര ചെയ്യാൻ നമുക്ക് അനുവാദമില്ല. അവിടെ ഫ്ലെക്സ് ബോർഡ് വെച്ചിട്ടുണ്ട്, അതുവഴി നമുക്ക് യാത്ര ചെയ്യാൻ അനുവാദമില്ലെന്ന്. ഈ നിൽക്കുന്നവരൊക്കെ അവിടെ താമസിക്കുന്നവരാണെന്ന് തോന്നുന്നു. കാട്ടിലൂടെ ഒക്കെ ഉള്ള യാത്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എത്ര നമ്മൾ യാത്ര ചെയ്ത് കഴിഞ്ഞാലും മതി വരാത്തൊരു കാര്യം തന്നെയാണ്.
കാരണം ഓരോ യാത്രയിലും നമുക്ക് ഓരോ അനുഭവങ്ങളായിരിക്കും. ഒരു റൂട്ടിലൂടെ തന്നെ നമ്മൾ എത്ര തവണ യാത്ര ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് മടുപ്പ് തോന്നാത്തതും അതുകൊണ്ട് തന്നെയാണ്. കുറേ ദൂരം ഓടി വന്നപ്പോഴേക്ക് ഞങ്ങൾക്ക് കിട്ടിയ ആദ്യത്തെ സൈറ്റിംഗ് ആണ് കേട്ടോ. ഒരു മയിലാണ്. ഞങ്ങൾ വണ്ടിയുടെ സൗണ്ട് കേട്ടപ്പോഴേക്ക് കാട്ടിലേക്ക് കയറി. കുറച്ച് ദൂരം യാത്ര ചെയ്ത് വന്നപ്പോഴേക്ക് കിട്ടിയ അടുത്തൊരു സൈറ്റിംഗ് ആണ് കേട്ടോ. പ്ലാവാണ്. ഞങ്ങളെ വണ്ടിയുടെ സൗണ്ട് കേട്ടിട്ടും അവിടെ തന്നെ നിൽക്കുകയാണ്. ഭക്ഷണത്തിനായിട്ട് ഇറങ്ങിയതാണെന്ന് തോന്നുന്നു. ഇപ്പോൾ ഇത് മലക്കപ്പാറയിൽ നിന്ന് ചാലക്കുടിയിലേക്ക് പോകുന്ന KSRTC ബസ്സാണ്. ഇതുപോലുള്ള റൂട്ടുകളിൽ വെച്ചിട്ട് നമ്മുടെ ആനവണ്ടി കാണുമ്പോഴൊക്കെ ഒരു പ്രത്യേക ഭംഗി തന്നെയാണ്. അതുപോലെ തന്നെയാണ് ഇതുപോലുള്ള റൂട്ടുകളിൽ ആനവണ്ടിയിൽ യാത്ര ചെയ്യാനും ഒരു പ്രത്യേക ഫീൽ തന്നെയാണ്. നിങ്ങൾ ഈ റൂട്ടിലൂടെ മലക്കപ്പാറയിൽ നിന്ന് വാൾപ്പാറയിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ അധികം വാഹന തിരക്കുകളോ ഹെയർപിൻ വളവുകളോ ഒന്നും ഇല്ലാതെ തേയിലത്തോട്ടങ്ങളെല്ലാം കണ്ടുപോകാൻ പറ്റിയ അധികം ആരും യാത്ര ചെയ്യാത്ത ഒരു അടിപൊളി റൂട്ടുണ്ട്. ആ റൂട്ടിലൂടെയുള്ള ഒരു വീഡിയോ നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ ആ റൂട്ടിലൂടെ ഒന്ന് യാത്ര ചെയ്ത് നോക്കുക. കാരണം നമുക്ക് അത്ര ഭംഗിയുള്ളൊരു യാത്ര തന്നെ ആയിരിക്കും വാൾപ്പാറയിലേക്ക് ആ റൂട്ടിലൂടെ. കൂട്ടായിട്ട് വന്നതെന്ന് തോന്നുന്നു കേട്ടോ. എല്ലാം ചുള്ളി എല്ലാം കൂടെ വലിച്ചൊടിച്ചിട്ടിരിക്കുന്നുണ്ട്. ഈ കാണുന്നത് ഷോളയാർ ഡാമിന്റെ റിസർവോയർ ആണ്. ഈ ഭാഗത്തൊന്നും നമുക്ക് അധിക സമയം നിൽക്കാൻ സാധിക്കില്ല. കുറച്ച് ജസ്റ്റ് ഒന്ന് വണ്ടി നിർത്തി ഒന്ന് വീഡിയോ എടുക്കാം എന്ന് മാത്രമേ ഉള്ളൂ. കാരണം ഇവിടെ സെക്യൂരിറ്റി ജീവനക്കാരുണ്ട്. അവര് നമ്മൾ വണ്ടി അധികം നേരം നിർത്തുമ്പോഴേക്ക് അവര് നമ്മളെ പറഞ്ഞു വിടുകയാണ് ചെയ്യുന്നത്. അവിടെ നിന്നപ്പോഴേക്ക് ഇതാണ്ട് ചീനിക്കാസിന്റെ മലക്കപ്പാറയിൽ നിന്ന് ചാലക്കുടിയിലേക്ക് പോകുന്ന സർവീസ് ബസ്. KSRTCയും ചീനിക്കാസ് ബസ്സും വലിയ സമയത്തിന്റെ വ്യത്യാസം ഇല്ലാതാന്ന് തോന്നുന്നു ഇതുവഴി സർവീസ് നടത്തുന്നത്.
ഈ റൂട്ടിലൂടെ ഏത് സമയത്തും വന്യമൃഗങ്ങളെ പ്രധാനമായിട്ടും ആനയൊക്കെ ഇറങ്ങി നിൽക്കുന്ന മേഖലയാണ്. അതുകൊണ്ട് തന്നെ യാത്ര ചെയ്യുന്ന സമയത്ത് എന്ന് പറഞ്ഞാൽ കുറച്ച് സാവധാനത്തിൽ തന്നെ യാത്ര ചെയ്യുക. കാരണം ഇവിടുത്തെ സ്ട്രെയിറ്റ് റോഡുകളെക്കാട്ടി കൂടുതൽ ഈ വളവുകളാണ്. ഈ വളവുകളുടെ ഭാഗത്തൊക്കെ ആന പെട്ടെന്ന് ഇറങ്ങി നിൽക്കുക എന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ട് വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഈ റൂട്ടിലൂടെയൊക്കെ യാത്ര ചെയ്യുന്ന സമയത്ത് പരമാവധി ശ്രദ്ധയോടെ തന്നെ വാഹനം ഓടിച്ചു പോവുക. അങ്ങനെ 45 കിലോമീറ്ററോളം വനത്തിലൂടെ യാത്ര ചെയ്ത് മലക്കപ്പാറ എത്തിയിരിക്കുകയാണ്. ഇത് മലക്കപ്പാറ ഫോറസ്റ്റ് സ്റ്റേഷനാണ്. ഇവിടുന്ന് കുറച്ച് ദൂരം മാത്രമേ ഉള്ളൂ മലക്കപ്പാറ കേരള ചെക്ക് പോസ്റ്റിലേക്ക്. ഈ കാണുന്നത് മലക്കപ്പാറ ഗ്രാമമാണ്. ഈ ഭാഗത്ത് നിരവധി ഹോട്ടലുകളും അതുപോലെ തന്നെ ഹോം സ്റ്റേകളൊക്കെ നിരവധിയുണ്ട്. വളരെ ചെറിയ തുകയ്ക്ക് ഹോം സ്റ്റേകളൊക്കെ നിരവധി നമുക്ക് ഈ പോകുന്ന വഴിക്കൊക്കെ കാണാൻ സാധിക്കും. വാൾപ്പാറയിൽ അത്യാവശ്യം റേറ്റ് സീസൺ സമയത്ത് കൂടുതലായിരിക്കും. അതുപോലെ തന്നെ ഈ റൂട്ടിലൂടെ 1 ഡേ ട്രിപ്പ് പോയി നിങ്ങൾ ഈ മലക്കപ്പാറ വഴി തിരികെ വരിക എന്നുണ്ടെങ്കിൽ 4 മണിക്ക് ശേഷം ബൈക്കുകൾ കടത്തിവിടുന്നതല്ല ഈ ചെക്ക് പോസ്റ്റിലൂടെ. അതൊരു കാര്യം ശ്രദ്ധിക്കുക. മലക്കപ്പാറയിൽ നിന്ന് വാൾപ്പാറ വരെ പിന്നീടുള്ള യാത്രയിൽ തേയിലത്തോട്ടങ്ങളും തൊഴിലാളി ലയങ്ങളും തേയില ഫാക്ടറികളൊക്കെയാണ് പ്രധാന കാഴ്ചകൾ. കൃത്യം 10 മണിയായപ്പോഴേക്ക് തന്നെ ഞങ്ങൾ മലക്കപ്പാറ ചെക്ക് പോസ്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളും ഇതുവഴിയൊക്കെ ഒന്ന് യാത്ര ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.